നമസ്കാരം. ഇതൊരു വീട്ടിൽ വെച്ച് പരിചയപ്പെട്ട ഒരു കന്യകയായിട്ടുള്ള ചേച്ചി, അവരുമായിട്ടുള്ള എൻ്റെ സംഗമം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ നാട്ടിൽ. അന്നെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ നാടിൻ്റെ 3 ഭാഗം പുഴ, ഒരു ഭാഗം തിറയിലും ഒക്കെയുള്ള ഏകദേശം എറണാകുളം സിറ്റിനോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം. ആ കാലത്തൊക്കെ എങ്ങനെയായാലും ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരൊക്കെ തമ്മിൽ പരിചയമുണ്ടാവും. ഒപ്പം പഠിച്ചവരും പള്ളിയിൽ ഒപ്പം കൂടുന്ന ആൾക്കാർ പല വകയിലും കോണ്ടാക്റ്റ് ഉണ്ട്. മിക്കവരുടെ പേര് വിളിച്ചിട്ട് സംസാരിക്കാം, അത്ര അറിവുണ്ട് എല്ലാവരെ പറ്റി. ജനങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹം. അപ്പോൾ ചില സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ പുതിയതായിട്ടൊക്കെ ആൾക്കാർ താമസത്തിന് വരും, പിന്നെ അവർ പോകില്ല. അങ്ങനത്തെ 2-3 ഫാമിലിയൊക്കെ അക്കാലത്തുണ്ടായിരുന്നു. ഇവരൊക്കെ എന്തിനാണ് സ്വന്തം നാട് വിട്ട് വരുന്നത് ഒന്നും അറിയില്ല. സ്വന്തം ജനിച്ച നാട്ടിൽ നിന്നൊക്കെ നാട് വിടണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പാലക്കാട്ടിൽ നിന്നൊരു ഫാമിലി ഞങ്ങളുടെ നാട്ടിൽ വന്നു. ഈ 2 പെൺമക്കൾ, പിന്നെ ഒരു പയ്യൻ ആങ്ങളുണ്ട്. അവനെവിടെ പാലക്കാടൊക്കെ തന്നെ, തമിഴ്നാട്ടിലെ എവിടെ ജോലിയാണ്, ചെറിയ എന്തൊരു വരുമാനം ഉണ്ട് അവന്. അവർ വന്നിട്ട് ഞങ്ങളുടെ അവിടെ ഒരു ചെറിയൊരു സ്ഥലം, കുറച്ച് സെൻറ്റുകളുള്ളൂ, അതിലൊരു ചെറിയൊരു വീടും, ആ വീടും മേടിച്ച് അവരവിടെ താമസം തുടങ്ങി. അങ്ങനെ 2-3 കൊല്ലമൊക്കെ ആയപ്പോൾ എല്ലാവരായിട്ടും പരിചയം, റോട്ടിൽ കൂടി പോകുന്ന ആൾക്കാരോടൊക്കെ ഇവർ ശരിക്കും ഞങ്ങളവരോട് ശരിക്കും അങ്ങനെ മിണ്ടും. അങ്ങനെ ആ നാട്ടുകാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുക. ഒരു ദിവസം ഈ 2 പെൺമക്കളുള്ള ഒരു പെണ്ണിനൊരു 30 വയസ്സുണ്ടാവും, മറ്റേ പെണ്ണിനൊരു 20 ആ റേഞ്ചിലാണ്. അതിൻ്റെ ഇടയിലുള്ളതാണ് മോനെന്ന് എനിക്ക് തോന്നണം, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടില്ല. അപ്പോൾ ഈ പെണ്ണിന് കല്യാണം എന്ന് പറഞ്ഞാൽ പാലക്കാട്ടിൽ നിന്ന് തന്നെയാണ് വരൻ. അപ്പം ഞാൻ അതിലെ സൈക്കിളിന് പോകുമ്പോൾ ഇവരുടെ മുറ്റത്ത് ഇവരെ കുറച്ച് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് അവരെന്തൊക്കെ ഒരു കമ്പൊക്കെ കുഴിച്ചിട്ട് ഒരു പന്തൽ ഉണ്ടാക്കാനുള്ള ശ്രമം. ഇപ്പം ഞാൻ സൈക്കിൾ അവിടെ നിർത്തി. എന്താ ഇവിടെ സാധാരണ പെട്ടെന്ന് പന്തലൊക്കെ ഇടുക മരിക്കുമ്പോഴാണല്ലോ ഒരു താർപ്പായൊക്കെ വലിച്ചു കേട്ടല്ലേ. ഞാൻ ചോദിച്ചാൽ എന്താ ഇവിടെ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, നാളെ ഇവിടെ കല്യാണമാണ്, അപ്പം ഞങ്ങളൊരു പന്തലിടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആകെ സങ്കടമായി. എനിക്ക് ആരും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ട ജീവിക്കാൻ. ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യണ്ട, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ നേരെ പോയി സൈക്കിളിന് പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് കാര്യം പറയാം, ആ വീട്ടിൽ കല്യാണം, ഒരു പന്തൽ നമുക്ക് അവരുടെ വീടിൻ്റെ മുമ്പിൽ ഒരുക്കണം, ഒരു സന്തോഷമായിക്കോട്ടെ അവർക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ഭാരവണ്ടി ഉണ്ടല്ലോ, കട്ടവണ്ടി എന്നൊക്കെ പറയും, റാളി. അപ്പോൾ അവിടെ ഇതൊക്കെ വാടക കിട്ടും, പന്തലിനുള്ള മുള, താർപ്പായ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാടക കിട്ടും അന്നത്തെ കാലത്ത്. ഇപ്പം അതൊന്നുമില്ല, കാരണം ഇപ്പൊക്കെ കാറ്ററിംഗ് അല്ലേ, ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. അപ്പോൾ ഇപ്പോൾ പന്തലിടലൊക്കെ കുറവാണ്, എന്നാലും അപൂർവമായിട്ടുണ്ട്, സാധനങ്ങൾ കിട്ടും. പണ്ട് എല്ലാ വലിയ സ്ഥാപനങ്ങളുണ്ട് ഇങ്ങനത്തെ മുള ഇതൊക്കെ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് ആ മുറ്റത്തിൻ്റെ അളവ് കണക്കാക്കി എല്ലാ താർപ്പായകൾ അതൊക്കെ അറിയണതിൻ്റെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തുണ്ട്. എല്ലാ ഐഡിയയും തിരിയണം. ഞാൻ പറയും ഇത്ര താർപ്പായ വേണം, ഇത്ര മുള വേണം, എല്ലാവരും ഐഡിയ. ഒരു കാരണവരാണ് ഞങ്ങളുടെ കൂട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ഈ സാധനമൊക്കെ മുറ്റത്ത് കൊണ്ട് ഇറക്കി പന്തലിൻ്റെ പണിയൊക്കെ കണ്ട് തുടങ്ങി. സഡൻലി പന്തൽ റെഡിയായി. എന്നിട്ട് ചീനവേലി എന്ന് പറയുന്ന സാധനമുണ്ട്, അതൊക്കെ ചുറ്റും കെട്ടി ഒക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നാളെ ഇപ്പം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എത്ര പേരെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞ് അവരുടെ കൂട്ടിൽ കുറച്ച് പേര് വരും, പിന്നെ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരുക്കണം. അപ്പോഴും ഇവരുടെ ഫൈനാൻഷ്യലായിട്ട് ഭയങ്കര ഡള്ളാണ്. എന്തോ പെട്ടെന്ന് ഉണ്ടായ കല്യാണമാണെന്ന്. ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട. അപ്പോൾ അവർ പറഞ്ഞ് വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുള്ളൂ ഈ വരുന്ന കൂട്ടർ.
അങ്ങനെ ഞങ്ങൾ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങി. അവിടെ ഒരു ചേട്ടനുണ്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ അറിയണം. അയാളൊക്കെ കൂട്ടി സാമ്പാറും നല്ല നെല്ലൂത്തേരിൻ്റെ ചോറും ഒക്കെ രാവിലെ പപ്പടം ഉപ്പേരി ഒക്കെ ശരിയാക്കി കല്യാണമൊക്കെ അടിപൊളിയാക്കി ഞങ്ങൾ. അത് കഴിഞ്ഞ് വരനും കൂട്ടരും പെണ്ണിനെ കൊണ്ടുപോയി. അന്ന് പന്തൽ പൊളിച്ചില്ല, പിറ്റേ ദിവസം പന്തലൊക്കെ പൊളിച്ച് ഞങ്ങളെ കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ വാടകയൊക്കെ ഞാൻ കൊടുത്ത്. ഇത് കഴിഞ്ഞ് ചേച്ചി ഞാനായിട്ട് ഈ 30 വയസ്സുള്ള ഇവരായിട്ട് കമ്പനിയായി. അപ്പോൾ ആങ്ങളെ തിരിച്ച് അങ്ങോട്ടും പോയി, നമ്മുടെ നാട്ടിൽ ജോലിക്കും പോയി. പിന്നെ അമ്മക്ക് ഒരു 55-60 വയസ്സൊക്കെ ഉണ്ട്. കുഴപ്പമില്ല അവരും. പക്ഷെ ഞാൻ അവരോട് ആ ഒരു ഉദ്ദേശത്തിലല്ല കേട്ടോ ബിഹേവ് ചെയ്ത്. സംഗതി ഞാൻ കോഴിയാണ്, പക്ഷേ അതൊരു മുതലെടുപ്പ് ഉദ്ദേശമൊന്നും എനിക്കുണ്ടായില്ല. അപ്പോൾ ഈ പെണ്ണ് നല്ലോണം വായനാശീലമുള്ള, എന്തെങ്കിലും സാധനം പൊതിഞ്ഞു കൊണ്ടുവരുന്ന കടലാസ് വരെ അതെടുത്ത് വായിക്കും. മലയാള മനോരമ വീക്കിലുകൾ. അപ്പോൾ എന്നോട് ചോദിച്ചു പഴയ വീക്കിലുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുവന്ന് തരുമോ, എനിക്ക് വായിക്കാനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അങ്ങനെ വായനാശീലം ഉണ്ടെങ്കിൽ ഞാൻ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ കൊണ്ടുതരാം, അങ്ങനത്തെ പുസ്തകങ്ങളെ ഇഷ്ടമായിച്ച്. അപ്പോൾ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്, പിന്നെ അവർക്ക് പറ്റിയ പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവർ ഒരു തന്നെ ഉച്ചക്ക് ചോറിന ഇങ്ങോട്ട് പരിവഹിച്ച് ചെന്നു. അടിപൊളി സാമ്പാറും. ഞാൻ തമിഴ്നാട് ഭാഗമാണല്ലോ, ഈ പാലക്കാടൊക്കെ ബോർഡറാണല്ലോ. അപ്പോൾ അവരുണ്ടാക്കുന്ന സാമ്പാറൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പറഞ്ഞ് വിഭവങ്ങളൊക്കെ കുറവാണ്. ഞാൻ പറഞ്ഞു അത് സാരില്ല, ഉള്ളത് മതി, എനിക്ക് സാമ്പാറൊക്കെ നല്ല ഇഷ്ടമാണ് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കഴിച്ച്. പിന്നെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് കുറച്ച് നേരം വേണമെങ്കിൽ ആ കട്ടിൽമേൽ റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു. വേണ്ട, എനിക്കങ്ങനെ ശീലമില്ല. അങ്ങനെ പുസ്തകങ്ങൾ കൊടുക്കും, അങ്ങനെ ഒന്നും കാണും. പിന്നെ ഞങ്ങൾ അങ്ങനെ പ്രത്യേക ഇഷ്ടം എന്നോടാണ്. അതിനാണ് ഞാൻ വലിയൊരു മൂക്കുത്തിയും കറുത്തിട്ടാണ് നല്ല ഭംഗി ഉള്ള മുഖവും നല്ല മാംസലമായിട്ടുള്ള ബോഡിയും എല്ലാം അത്യാവശ്യമുണ്ട്. എന്നോട് ഒരു ദിവസം പുസ്തകം തന്നപ്പോൾ അതിലൊരു ലെറ്റർ എന്നോട് പറഞ്ഞു, ഇതിലൊരു ലെറ്റർ ഉണ്ട്, അതൊന്ന് വായിക്കണം പറഞ്ഞു. അപ്പോൾ ലെറ്ററിൻ്റെ ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. ഇവൾക്ക് എന്നോട് സെക്സ് ചെയ്യണം, പക്ഷെ അവൾ ഒരിക്കലും എനിക്ക് ബാധ്യത ആവില്ല. കാരണം എൻ്റെ വീട്ടിലെ സ്ഥിതി അവൾക്കറിയാം. ഞാൻ ഒറ്റ മോനാണ്, 5 പെങ്ങന്മാർക്ക്. ഇവൾ എന്നാലും ഏജ് ഓവറാണ്, വേറെ ജാതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ ഇൻട്രൊഡക്ഷൻ. ഞാനൊരിക്കലും നിങ്ങൾക്ക് ബാധ്യതയാവില്ല. അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് സെക്സിനോട് ഒരുപാട് താല്പര്യം ഇങ്ങനെ തോന്നുകയാണ്. ഉറക്കം വരണില്ല. എൻ്റെ ഒപ്പം കിടക്കാൻ വരാമോ ഒരു ദിവസമെങ്കിലും? എൻ്റെ അമ്മ എതിരൊന്നും പറയില്ല. അമ്മ എപ്പോഴും നിങ്ങളെ പറ്റി നല്ലതേ പറയുള്ളൂ. അമ്മയും പറഞ്ഞ് അയാളോട് കൂടുതൽ കമ്പനി ആയിക്കോളാം. അമ്മേൻ്റെ ഭാഗത്തുനിന്നൊരു എതിർപ്പുണ്ടാവില്ല. എന്നോട് സ്നേഹം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി ഇന്നെങ്കിലും വന്ന് എൻ്റെ അടുത്ത് കിടക്കണം എന്ന് പറയും. കിടക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാ പരിപാടി? അത് തന്നെ. എനിക്ക് നല്ല ആഗ്രഹം അപ്പം തുടങ്ങി. സംഗതി അതിനെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയാൽ തെറ്റില്ല എന്നുള്ളൊരു മൂഡാണെങ്കിലും അതിനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല അതുവരെ. എല്ലാ ബന്ധങ്ങളും സെക്സിന് വേണ്ടിയല്ല. അപ്പം ഞാൻ ആ രീതിയിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ കണ്ണുകൊണ്ട് മെഷർമെൻ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ആലോചിച്ചത് നല്ലൊരു പാക്കേജാണല്ലോ. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു ഞാൻ രാത്രി വരാറ്. അന്ന് രാത്രി പോയി. അപ്പോൾ അവരുടെ വീട്ടിലെ കട്ടിൽ കയറിൻ്റെ കട്ടിലാണ്, അതൊക്കെ ഒടിഞ്ഞു പോകും. അന്നത്തെ കട്ടിൽ എന്ന് പറയാൻ വലിയൊരു ഉറപ്പൊന്നുമില്ല. അതിൽ കട്ടിലവിടെ ചരിച്ച് വെച്ച്, സ്പേസ് കുറവാണ് ആ മുറിയിൽ. എന്നിട്ട് പായ വിരിച്ച് പായൻ്റെ മുകളിൽ ഷീറ്റൊക്കെ അവിടെ ഉള്ള തുണികളൊക്കെ പായൻ്റെ മുകളിൽ വിരിച്ച് ഞങ്ങളവിടെ ആദ്യ രാത്രി. അപ്പോൾ ആ ലെറ്ററിൽ ഒരു കാര്യം കൂടി അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്ര നാളും കന്യകയായിട്ടാണ് ജീവിച്ചത്. അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സെക്സിനോട് ആഗ്രഹം രൂക്ഷമായിട്ട് ഉണ്ടാവല് തുടങ്ങിയത്. അപ്പോൾ ഇതൊരു കന്യകനെയാണ് ഞാൻ പ്രാപിക്കാൻ പോണത്. ഞാനാണെങ്കിൽ കന്യകനല്ല. അപ്പോൾ അതിൻ്റെ രീതിയിൽ കൊടുക്കണ്ടേ? 1 മണിക്കൂർ ഞാൻ ഫോർ പ്ലേ ചെയ്തത് ബാക്കും അതിനിട്ട് ഇത്രയും കൊല്ലം ഇവള് എങ്ങനെ ഫ്രീ ആയിട്ട് കഴിഞ്ഞു, വെർജിനായിട്ട് കഴിഞ്ഞു. അതിൻ്റെയൊക്കെ പലിശ സഹിതം ഞാൻ വീട്ടി. ആ ഫാസ്റ്റ് 1 മണിക്കൂർ ഞാൻ ഫോർ പ്ലേ ചെയ്ത്
എൻ്റെ ടങ്ക് ഫിംഗർ എല്ലാം യൂസ് ചെയ്തു. അതിനെ ഞാനുണ്ടല്ലോ ഉയർത്തിക്കൊണ്ട് സെക്സിൻ്റെ പാരമ്യത്തിലെത്തിച്ച് എന്നിട്ടാണ് ഞാൻ എൻട്രി ചെയ്തത്. ഇപ്പം ഞാൻ ചോദിച്ച് ഇനി അഥവാ വന്നാലും പ്രശ്നമുണ്ടോ, അപ്പോൾ പറഞ്ഞ് പീരിയഡ്സിന് ഡേറ്റ് ആയിട്ടുണ്ട്, പേടിക്കാനില്ല. ഞാൻ കൊടുക്കാൻ തുടങ്ങി അതിനൊരു അന്തം ഉണ്ടാവില്ല. ഞാനത് വിചാരിക്കണം എനിക്ക് വരണമെങ്കിൽ. കാരണം ഇത് തട്ടിപ്പെടൽ പിന്നെ ഇതിന് എനിക്ക് തോന്നി ഇനി മതിയാക്കാതെ. അങ്ങനെ എനിക്കും വന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോർപ്ലേ ചെയ്തപ്പോൾ വന്നു, ഇൻ്റർ കോഴ്സ് ചെയ്തപ്പോൾ 2-3, പിന്നെ ഇതിന് വയ്യ, എന്തൊക്കെ ഒരു അസ്വസ്ഥത പോലെ ഒച്ച കിട്ടണം, ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ എത്തിച്ച. എന്നിട്ട് ഞാനും പൊട്ടിച്ച് അവിടെ കിടന്ന് ഞാൻ. പിന്നെ ഞാൻ ശ്രമിച്ചപ്പോൾ അതിന് വയ്യ, ഉറങ്ങി. നേരം വെളുക്കാനായപ്പോൾ ഉണർത്തിയാണ് ഉറങ്ങി കൊടുത്ത്. അതിന് ശേഷം ഇതിന് വലിയ ആക്രാന്തമില്ല, എന്നും വേണമെന്നൊന്നുമില്ല. എന്നോട് പറഞ്ഞു എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് വരണം, ഞാൻ വരാറ്. അങ്ങനെ എനിക്ക് വേറെ എവിടെ ശരിയായില്ല, നല്ലൊരു മൂഡ് തോന്നിയാൽ ഞാൻ പറയും ഇന്ന് ഞാൻ വരും കേട്ടോ. എപ്പോൾ ചെന്നാലും കുഴപ്പമില്ല, വേറെ ആർക്കും കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ പോയി. പിന്നെ ബന്ധങ്ങളൊക്കെ പിന്നെ അവരവിടെ നിന്ന് വിറ്റുപോയി. കാരണം അവിടെയൊക്കെ പുതിയ പുതിയ ആൾക്കാർ വരല് തുടങ്ങി. സ്ഥലത്തിനൊക്കെ വില കൂടിയപ്പോൾ ഈ പാവങ്ങൾക്ക് എന്തോ കടമൊക്കെ ഉണ്ടായിരുന്നു, അത് വീട്ടാൻ വേണ്ടി ഉള്ളതൊക്കെ വിറ്റ് പെറുക്കി വേറെ കുറച്ച് ഉൾനാട്ടിൽ എവിടെയോ പോയി. പിന്നെ ഒരു വിവരം അവരെ പറ്റിയില്ല. നല്ലൊരു ആൾക്കാരായിരുന്നു ആ അമ്മയും എല്ലാവരും. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ ചിലപ്പോൾ ചിലവിനൊക്കെ പൈസകളൊക്കെ ഞാൻ ധാരാളം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു. പിന്നെ ഞാൻ അവരെ പറ്റി അന്വേഷിച്ചിട്ടില്ല. നമസ്കാരം.